കാസർഗോഡ് അതിർത്തിയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിലൊന്നായ ഉപ്പളയിൽ മലബാർ എക്സ്പ്രസ് ഉൾപ്പെടെ 4 ട്രെയിനുകൾക്ക് മാത്രമാണ് നിലവിൽ സ്റ്റോപ്പുള്ളത്. അതിർത്തി മേഖലയിലെ 8 പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. കണ്ണൂരിൽ നിന്നടക്കം ഉപ്പളയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ദിവസേന ജോലിക്കെത്തി മടങ്ങിപ്പോകുന്നവരുണ്ട്. മംഗലാപുരത്ത് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ്. മാസങ്ങളായി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. നേരത്തെ നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് സ്റ്റേഷനിൽ കൂടുതൽ സൗകര്യമൊരുക്കാമെന്ന് റെയിൽവേ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഒന്നും പാലിച്ചില്ല. ഒരു തൊഴുത്തുപാലയുള്ളത്, ഇവിടെ സ്റ്റാഫില്ല, മറ്റ് വണ്ടികൾ പോകുന്ന സമയത്ത് സിഗ്നൽ കാണിക്കാറില്ല, ഒരു രീതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 38 ദിവസം നീണ്ട ഒരു സമരം ഇവിടെ നടത്തിയിരുന്നു. അത് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ മുതൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വരെ ഇടപെട്ട് ഇവിടെ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുകയും ക്യാൻസലാകുന്ന സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുകയും റിസർവേഷൻ കൗണ്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേറെ 2 വണ്ടിക്ക്, കേരളത്തിലോടുന്ന 2 വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുക്കാമെന്ന് അടക്കം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതൊക്കെ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വളരെ വൃത്തികെട്ട് കിടക്കുന്ന ഒരു സ്റ്റേഷനാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 7 മണി മുതൽ രാവിലെ 6 വരെയും സ്റ്റേഷനിൽ ആളൊഴിഞ്ഞ നിലയിലാണ്. ആവശ്യത്തിന് വെളിച്ചമില്ല. യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ തകർന്ന നിലയിലാണ്. ഉപ്പള സ്റ്റേഷനിൽ നിലവിൽ ഒരു കൊമേഴ്ഷ്യൽ ക്ലർക്ക് മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ക്ലർക്കുമാരുടെ എണ്ണം 2ആയി ഉയർത്തുക, മാവേലി, ചെന്നൈ മെയിൽ, ബംഗളൂരു, കണ്ണൂർ, നേത്രാവതി തുടങ്ങിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, റിസർവേഷൻ സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.